സൂറത്ത് ഫുർഖാൻ അതുപോലെ സൂറത്ത് ഇസ്രാ എന്ന് തോന്നുന്നു, 2 സൂറത്തുകളിൽ എടുത്തു പറഞ്ഞ സംഗതിയുണ്ട്. വഖാല അല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ ഫൻദുർ കൈഫ നറബൂ ലകൽ അംസാൽ വദല്ലൂ. ഞാൻ ഈ ഓതിയത് വിശുദ്ധ ഖുർആനാണ്. വഖാല അല്ലാലിമൂന, അക്രമികൾ പറഞ്ഞു, ക്രമം തെറ്റി സംസാരിക്കുന്നവർ, ക്രമം തെറ്റി പ്രവർത്തിക്കുന്നവർ, അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ പിൻപറ്റുന്നത് സിഹ്ർ ബാധിച്ച ഒരു മനുഷ്യനെയാണ്. ഇത് മുഹമ്മദ് റസൂലിനെ കുറിച്ച് അക്രമികൾ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. നിങ്ങൾ പിൻപറ്റുന്നത് സിഹ്ർ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫൻദുർ കൈഫ നറബൂ ലകൽ അംസാൽ ഫദല്ലൂ. താങ്കൾ ചിന്തിക്കുക, താങ്കൾ നോക്കുക, താങ്കൾ ആലോചിക്കുക, അവർ താങ്കളെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് എന്ന്. അക്കാരണത്താൽ തന്നെ അവർ വഴിപിടച്ചു പോയിരിക്കുന്നു. എക്കാരണത്താൽ റസൂലുള്ളാഹ് സിഹ്ർ ബാധിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ അവർ വഴിപിടച്ചിരിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയാണത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. الظالمون إن تتبعون إلا رجلا مسحورا وقال الظالمون അക്രമികളായ ആളുകൾ പറയുകയും ചെയ്യുന്നു, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, മസ്ഹൂറായ സിഹ്ർ ബാധിതനായ ഒരു വ്യക്തിയല്ലാതെ അവർ പിന്തുടരുന്നില്ല. മാന്യ സഹോദരങ്ങളെ, ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? ഫുർഖാനിലെ ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? മക്കത്ത് അവതരിച്ചതാ. ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന ജൂതൻ നബിക്ക് സിഹ്ർ ചെയ്ത് എവിടെ വെച്ചാ? മദീനത്ത് വെച്ചിട്ടാ. അപ്പൊ ആർത്ഥത്തിലാണോ മക്കയിലെ ആൾക്കാർ ഈ പറയുന്നത്? അല്ല. അതാണ് ഒരു ഖുർആനിലെ ആയത്ത് എനിക്കോട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കരുതെന്ന് പറയുന്നത്. ഒരു ഹദീസ് കണ്ടാൽ അത് ബുഖാരി ഇമാമിന് മനസ്സിലാകാത്തതുകൊണ്ട്, ഖുർആൻ ഓതാത്തതുകൊണ്ട് ബുഖാരി ഇമാം എടുത്തു കൊടുത്തതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെക്കാളും വിവരമുള്ള ആളാണ് ഈ ഇമാം ബുഖാരി എന്തെങ്കിലും നല്ല ചുരുക്കിയത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും അതിലേക്ക് ഞാൻ വരാം. അപ്പൊ പിന്നെ നബി മസ്ഹൂറാണ് എന്ന് പറഞ്ഞില്ലേ ആര്? ഖുറൈശികൾ. അത് ഏതിനെക്കുറിച്ച്? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. ലോകത്ത് വന്ന നബിമാരെ കുറിച്ചെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മസ്ഹൂറാണ്. കാര്യം അവര് വേദം ഓതിക്കൊടുക്കുമ്പോ ആളുകൾ കേൾക്കാത്തത് പറയാണല്ലോ. അപ്പോ ആളുകൾ പറയും ഇദ്ദേഹം ആരാ? സിഹ്ർ ബാധിച്ചിട്ട് പാട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാൾക്ക് ഭ്രാന്താണ്, സിഹ്റാണ് എന്നൊക്കെ ആളുകൾ പരാതി പറയും. ആ സിഹ്ർ ഏതിനെ കുറിച്ചാ? അല്ലെങ്കിൽ അവർ പറഞ്ഞ മസ്ഹൂർ എന്ന് പറഞ്ഞ നബി ഓതിക്കൊടുക്കുന്ന ഖുർആൻ അത് സിഹ്റിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മുഹമ്മദ് എന്തോ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് ഓതുന്നുണ്ട്, അത് മസ്ഹൂറായിട്ട് ഓതുകയാണെന്നാ ഖുർആൻ തന്നെ വിക്താക്കിയിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറിച്ച് നോക്കിയ സൂറത്ത് മുദ്ദസിർ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ എന്താണെന്ന് പറയുന്നത്? വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു പണ്ട്. അറിയപ്പെട്ട സാഹിത്യകാരൻ മക്കത്തുണ്ടായിരുന്നു. വലീദ് ഇബ്നു മുഗീറ എന്നാണ് പേര്. ആ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ആളെ വിളിച്ചോണ്ട് വന്നു ഖുറൈശികൾ. മുഹമ്മദ് പറയുന്നത് ഇത് അയാളുടെ സ്വയം വാക്കാണോ അല്ല ഇത് ദൈവം അവതരിപ്പിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്, അതല്ല ദൈവികമാണോ എന്ന് പരിശോധിക്കും, നിങ്ങൾ വലിയ സാഹിത്യകാരനല്ലേ, ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് വലീദ് ഇബ്നു മുഗീറയെ വിളിച്ചോണ്ട് വന്നു. വലീദ് ഇബ്നു മുഗീറ അത് കേട്ടു. അയാൾക്ക് മനസ്സിലായി ഇത് അള്ളാന്റെ കലാമാണ്. പക്ഷെ ആളുകളെ നോക്കുമ്പോ ആളുകളൊക്കെ എന്താണ്? മുഹമ്മദ് നബിക്ക് എതിരാ നിൽക്കണത്. അപ്പൊ ഇയാൾ എന്തെടുത്തറിയോ? ഇയാൾ പതുക്കെ അടവ് മാറ്റി. ഇയാൾക്ക് ബോധ്യപ്പെട്ടല്ല അയാൾ പറയുന്നത്. നേരെ മറിച്ച് അതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. എന്താ പറയുന്നത്? വലീദ് ഇബ്നു മുഗീറ എന്താ പറയുക? അയാളൊന്ന് ചിന്തിച്ചു, എവിടെന്ന് കണക്കൂട്ടി, എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി, ആളുകളെയൊക്കെ ഒന്ന് നോക്കി, ഭൂരിപക്ഷം എവിടെ നിന്നൊക്കെ നോക്കി. അങ്ങനെ വീണ്ടും അയാൾ കണക്കുകൂട്ടി. തുമ്മനവറ പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. തുമ്മാബസ പിന്നെ ഒന്ന് നെറ്റി ചുളിച്ചു. അങ്ങനെ മൂപ്പരൊക്കെ ഒന്ന് ഭാവമൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞ് കിബർ നടിച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ഇൻഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ. ഇൻഹാദാ ഇതല്ല, ഇല്ലാ സിഹ്റു യുഅ്സർ, കെട്ടി ഉണ്ടാക്കപ്പെട്ട സിഹിറല്ലാതെ അല്ല. ഏതാണ് ആ സിഹിർ?
നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വലീദ് ബിൻ മുഗീറ പറഞ്ഞ ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ എന്ന് പറഞ്ഞ സിഹ്ർ ഏതാ? ഈ മുഹമ്മദ് പറയുന്ന ഖുർആൻ യഥാർത്ഥത്തിൽ എന്താണ്? സിഹ്റാണെന്ന. മനസ്സിലായോ? അവൻ മസ്ഹൂർ എന്ന് ഖുറൈശികൾ പറഞ്ഞ ഏതാ? പിന്നെ മദീനത്ത് നിന്ന് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന മനുഷ്യൻ ജൂതൻ നബിക്ക് സിഹ്റിനെ പറ്റിയല്ല. ഇനി ലോകത്ത് കടന്നു വന്ന മൂസാ നബിയെ കുറിച്ച് ഇത് പറഞ്ഞു ഖുർആൻ പറയാ, വലഖദ് ആതൈനാ മൂസാ തിസ്അ ആയാതിൻ ബയ്യിനാത് ഫസ്അൽ ബനി ഇസ്രായീല ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔൻ ഇന്നി ലഅظുന്നുക യാ മൂസാ മസ്ഹൂറാ. മൂസാ നബിയോട് ഫിർഔൻ പറയാ, മൂസാ നീ മസ്ഹൂറാണെന്ന്. മനസ്സിലായോ? അത് ഏത് മസ്ഹൂറ? ആരെങ്കിലും സിഹ്ർ ചെയ്ത മസ്ഹൂറ ആണോ? അല്ല. മൂസാ നബി പറയുന്ന തൗറാത്ത് അതെന്താണ്? മസ്ഹൂറാണെന്നാ. അത് ശരിയല്ല. അതാണ് ആയത്തിൽ പറഞ്ഞത് മുഴുവനും. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ആയത്തിന്റെ എല്ലാം കൂടെ ഓതാൻ ഇവിടെ സമയമില്ല. ഞാനിപ്പോ ഓതി പറഞ്ഞാൽ പറയും 35 മിനിറ്റ് 45 മിനിറ്റ് ആയെന്നൊക്കെ പറയും. ഞാൻ ഓതാൻ സമയമില്ലാത്തതുകൊണ്ട് ഓതലില്ല. പറഞ്ഞാൽ പടപടാന്ന് ഇങ്ങനെ ഓതിത്തരാം. മറിച്ച് നോക്കിയ സൂറത്തുൽ നംൽ 9 മുതൽ 13 വരെയുള്ള ആയത്ത്, സൂറത്തുൽ ഖസസ് 36-ാമത്തെ ആയത്ത്, സൂറത്ത് മാഇദ 110-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് സൂറത്ത് ഹൂദ് 7-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് പോയ സൂറത്ത് അന്നാം 7-ാമത്തെ ആയത്ത്, സബ 43-ാമത്തെ ആയത്ത്, സാഫാത്ത് 12 മുതൽ 16 വരെയുള്ള ആയത്ത്, സഫ് 6-ാമത്തെ ആയത്ത്, ഇതൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോ ഇതൊന്നും പഠിക്കാത്ത ആളല്ല ഇമാം ബുഖാരി. ഇനി ഈ ആയത്ത് കൊണ്ടൊന്നും ബുഖാരിയിലെ ഹദീസ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വിവരമുള്ള അറിവുള്ള അതിനെപ്പറ്റി അറിയുന്ന ഒരാളും പറയില്ല. നേരെ മറിച്ചത് പറഞ്ഞതാരാ? അത് പറഞ്ഞത് ലോകത്ത് കഴിഞ്ഞു പോയ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ. ആ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളായ ആളുകൾ, അവരെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഖുർആന് വിരുദ്ധമാണെന്നും അത് സ്വീകരിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള വിവരദോഷങ്ങൾ, അറിവുകേടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മടവൂരികളും ചില ചേകന്നൂരികളും ഒക്കെ അത് പ്രചരിപ്പിച്ചിടക്കുന്നുണ്ട്. ഇത് ഖുർആനെതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ഖുർആനും പഠിച്ചില്ല, ഒരു ഹദീസും പഠിച്ചിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് കേട്ടോളൂ. സാബിത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്. ഹദീസിനെ കുറിച്ചറിയുന്ന, ഹദീസിന്റെ സനദും ഹദീസിന്റെ മത്തിനും അറിയുന്ന, അതിനെപ്പറ്റി വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അവരൊരിക്കൽ സ്ഥിരപ്പെട്ടതാണ്. ലാ യഖ്തലിഫൂന ഫീ സിഹ്ഹതി, ഒരിക്കലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അതിന്റെ സിഹത്തിൽ, ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ. അഥവാ ലബീദ് ബിൻ ആസം എന്ന ജൂതൻ നബിക്ക് സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. വഖദ് ഇത്തഫഖ അസ്ഹാബു സ്വഹീഹൈൻ അലാ തസ്ഹീഹിഹി, ഈ ഹദീസ് സ്വഹീഹാണെന്ന കാര്യത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഏകോപിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ, ഹദീസുകളെ സംബന്ധിച്ചറിയുന്ന ഒരാളും ഒരക്ഷരം പോലും ഈ ഹദീസിനെതിരെ സംസാരിച്ചിട്ടില്ല. വൽ ഖിസ്സത്തു മശ്ഹൂറ, ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തു എന്ന ഈ സംഭവം അത് പ്രസിദ്ധമായതാണ്. ഇൻദ അഹ്ലി തഫ്സീർ, ലോകത്തിൽ വിശുദ്ധ ഖുർആൻ തഫ്സീർ എഴുതിയ, വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ ആളുകളുടെ അടുക്കലും ഇത് പ്രസിദ്ധമാണ്. വസ്സുനനി, അതുപോലെ തന്നെ സുനനുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും, അതുപോലെ അൽ ഹദീസി, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസുകളും, അതുപോലെ താരീഖി, ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരും, വൽ ഫുഖഹാഇ, അതുപോലെ കർമ്മശാസ്ത്ര പടുക്കളും, ഈ രൂപത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിക ലോകത്ത് വിവരമുള്ള പരിജ്ഞാനമുള്ള ആളുകളെല്ലാവരും ഒരുപോലെ, മുഫസ്സിറുകളും അതുപോലെ മുഹദ്ദിസുകളും, അപ്രകാരം തന്നെ ചരിത്രകാരന്മാരും ഫുഖഹാക്കളും എല്ലാം ഒരുപോലെ സ്വീകരിച്ച ഹദീസാണിത്. വഹഉലാഇ അഅലമു ബിഅഹ്വാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅയ്യാമിഹി മിനൽ മുതകല്ലിമീൻ. ഈ രൂപത്തിൽ മുത്തക്കല്ലിമുകളായ വചനശാസ്ത്രത്തിന്റെ ആളുകളായ പിഴച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ നബിയുടെ രാപ്പകലുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന, റസൂലുള്ളാഹിന്റെ അഹ്വാലുകളെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ലോകത്ത് കഴിഞ്ഞുപോയ മുഫസ്സിറുകളുടെ അടുക്കലും, അതുപോലെ തന്നെ മുഹദ്ദിസുകളുടെ അടുക്കലും, ചരിത്രകാരന്മാരുടെ അടുക്കലും, ഫുഖഹാക്കളുടെ അടുക്കലും സ്ഥിരപ്പെട്ട ഈ ഹദീസാണ്. ഈ ഹദീസെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഉറച്ചു വിശ്വസിക്കുകയും അവരെങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെതിരാണ് തൊള്ളുകൊണ്ട് പറയും, പക്ഷെ ഖുർആനെതിരാണെന്ന് തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയില്ല.